പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഞാൻ 2 പീസ് ക്ലോത്ത് എടുത്തിട്ട് അത് രണ്ടായി മടക്കി വെച്ചിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഈ 2 പീസും ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ ഫ്രണ്ട് പോർഷനില്ലേ, അതും ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ആ നെക്കിൻ്റെ പോർഷൻ അതേപോലെ യു ഷേപ്പിലൊന്ന് നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 4 ഇഞ്ച് റൈറ്റ് സൈഡിലോട്ടേക്ക് മാർക്ക് ചെയ്യുക. താഴത്തോട്ട് ആ യു ഷേപ്പിൽ അതേപോലെ 4 ഇഞ്ച് താഴെ വരെ മാർക്ക് ചെയ്ത് വരിക. എന്നിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ പോയിൻ്റ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് അതും ഒന്ന് യു ഷേപ്പിൽ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു യു ഷേപ്പിലുള്ള 2 പീസ് കിട്ടും. ആ നെക്കിൻ്റെ പോർഷന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ പീസ് നമ്മൾ നൈറ്റിൻ്റെ നെക്കിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ 2 പീസ് യു ഷേപ്പിൽ കിട്ടും. ഇനി ഇതിലൊരു പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പെന്നോണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഞാൻ ചെറിയ ചെറിയ എംബ്രോയ്ഡറി ഫ്ലവേഴ്സ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ബുള്ളിയൻ റോസസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബുള്ളിയൻ റോസിൻ്റെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പീസിൽ അതുപോലെ എംബ്രോയ്ഡറി ചെയ്തെടുത്തു. എന്നിട്ട് മറ്റേ പീസിൻ്റെ നല്ല വശം അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡിലേക്കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ആ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ആ സൈഡിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിന്നെ മാറ്റിയിട്ട് ആ സൈഡിൽ സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. അങ്ങനെ കട്ട് കൊടുക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തിരിച്ചിടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത നൈറ്റി പീസിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിതായി ചെയ്തെടുത്ത എംബ്രോയ്ഡറി അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് വെക്കേണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് അത് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ നെക്കിൻ്റെ സൈഡിൽ കൂടി യു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ബിഗിനേഴ്സ് എല്ലാം ആകുമ്പം ഒന്ന് വരച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ യു ഷേപ്പൊക്കെ കുറച്ച് മാറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ആദ്യം അതുപോലെ ഒന്ന് വരച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ ആ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് പിന്നെല്ലാം മാറ്റിയിട്ട് അവിടെയും ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാണ്ട് വേണം കട്ട്സ് കൊടുക്കാൻ. ഇതുപോലെ ചെറിയ കട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രണ്ടിലോട്ട് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയില്ലെങ്കിൽ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് വെച്ചിട്ടും ഇതുപോലെ ചെയ്യാട്ടോ. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇരിക്കില്ല. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് കൂടി ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണണേ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.